നമുക്ക് നൊസ്റ്റാൾജിയ വരുന്ന രീതിയിലുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു മൽക്കോട്ടൺ സാരി കേട്ടോ. നമ്മൾ പണ്ടൊക്കെ വരയ്ക്കില്ലേ, അതേപോലത്തെ കൈൻഡ് ഓഫ് ഇൻസ്പിറേഷൻ ചെയ്തിരിക്കുന്ന ഒരു വെരി ബ്യൂട്ടിഫുൾ മൽക്കോട്ടൺ സാരിയാണ്. ഇത് കണ്ടോ, ഇതിനകത്തേക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത്. പല്ലു കണ്ടോ, ഇങ്ങനത്തെ ഒരു പ്രിന്റ് വിത്ത് ബ്യൂട്ടിഫുൾ ടസൽസ്. ഇതിന്റെ ബോർഡർ പോയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പിങ്ക് കളറിൽ. അപ്പൊ നമുക്ക് പിങ്ക് കളർ ബ്ലൗസ് വെച്ച് പെയർ ചെയ്യാം. സ്ലീവ്ലെസ് ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതേപോലെ വരും. എൻറ്റയർ ബോഡിയുടെ താഴത്തേക്ക് ഇതുപോലെയാണ് ആ ഒരു പ്രിന്റ് വന്നേക്കുന്നത്. ഓക്കെ, നല്ല ഭംഗിയുള്ള കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാരിയാണ്. ഇതിന്റെ ഒരു 3 ഡിഫറെന്റ് പാറ്റേൺസ് ആണ് ഈ സാരിയുടെ കൂടെ. അതല്ലാണ്ട് വേറൊരു മൽക്കോട്ടൺ സാരിയും കൂടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എല്ലാം 2 വർക്കിംഗ് ഡേയ്സിലാണ് ഡിസ്പാച്ച്. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു വെരി ബ്യൂട്ടിഫുൾ ഗ്രേ ഷെയ്ഡിലാണ്. അതിനകത്തും സിമിലർ ഒരു മെത്തേഡിലാണ് ആ ഒരു പെയിന്റ്. കംപ്ലീറ്റ്ലി ഫാബ്രിക് പെയിന്റ് ആട്ടോ ഇതിനകത്തേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതേപോലത്തെ ഒരു ഫാബ്രിക് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയാ വരിക സാരി കംപ്ലീറ്റ് ആയിട്ട്. ഞാനിപ്പോ ഡബിൾ ഫോൾഡിലാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുക. ഇത്ര നീളമില്ലാത്തുള്ളതൊന്ന് ഡബിൾ ഫോൾഡ് ആണ്. ഇതിന് ആക്ച്വലി ബ്ലൗസ് പീസും കൂടി വരുന്നുണ്ട്. ഈ ബ്ലൗസ് പീസിന്റെ നമുക്ക് ബോർഡറിനകത്തേക്കും ഇതേപോലത്തെ ഒരു ഫാബ്രിക് പെയിന്റ് പോർഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ആ ബ്ലൗസ് പീസ് വെച്ച് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ബോർഡറിൽ വരുന്ന ഒറ്റ കളറിലുള്ള ബ്ലൗസ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാ. 2 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച്. നെക്സ്റ്റ് വണ്ണും സിമിലർ ഒരു പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഫാബ്രിക് പെയിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസ് കേട്ടോ. ഇതുപോലെ വരും. പല്ലു ഇങ്ങനെ വരും. ആൻഡ് ബ്ലൗസ് പീസ് ഇതുപോലെ ഒരു 3 ഷെയ്ഡ്സിലാണ്. ഈ ഒരു 3 സംഭവമാണ് ഇങ്ങനെ നമ്മൾ ഫാബ്രിക് പെയിന്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന മൽക്കോട്ടൺ സാരി. ഇനി അല്ലാത്ത കുറച്ച് മൽക്കോട്ടൺ സാരിയും കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. എല്ലാം 2 വർക്കിംഗ് ഡേയ്സിലാണ് ഡിസ്പാച്ച് ആവുക. ഇത് വരുന്നത് ഗോൾഡനും സിൽവറും ഒരുപോലെ കര വരുന്ന കൈൻഡ് ഓഫ്, കരയല്ല സെറി വരുന്ന കൈൻഡ് ഓഫ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇതിന് മുന്നേ നമ്മളിത് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിൽ വരും. ഇത് മൽക്കോട്ടൺ ആണ് ഫാബ്രിക് വരിക. ഈ മൽക്കോട്ടൺ ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, വളരെ നേർത്ത ഫാബ്രിക് ആണ്, വളരെ ലൈറ്റ് ആയിട്ടാണ് വരിക, വളരെ ട്രാൻസ്പെറന്റും ആണ്. അപ്പം ഇത് മേടിക്കുന്നവർ അത് അറിഞ്ഞു തന്നെ മേടിക്കണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൈ കിട്ടുമ്പോഴേ ഇത് ഭയങ്കര നേർത്തതാണ് അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ആണെന്നുള്ളൊരു ഫീൽ വരും. ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ബ്ലൗസസ് ഭയങ്കര കോൺഷ്യസ്, സാരീസ് ഭയങ്കര കോൺഷ്യസ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ട്രാൻസ്പെറൻസി ഉണ്ടല്ലോ. അപ്പം യൂഷ്വലി എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചൊരു ലോങ് ബ്ലൗസ് ഇട്ടിട്ടായിരിക്കും ഇതൊക്കെ സ്റ്റൈൽ ചെയ്യുക. അതല്ല കോൺഷ്യസ് അങ്ങനെ വലിയ പ്രോബ്ലം ഇല്ലാത്തവർക്കാണെങ്കിൽ നോ പ്രോബ്ലം, അങ്ങനെ തന്നെ നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാണ് പല്ലു വരിക. 2 വർക്കിംഗ് ഡേയ്സ് ആണ് ഡിസ്പാച്ച് വരുന്നത്. നെക്സ്റ്റ് വൺ. അടുത്ത സാരി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 സൈഡ് നല്ല ഭംഗിക്ക് കര വരുന്ന കൈൻഡ് ഓഫ് സാരിയാണ് കേട്ടോ. ഇതിനകത്തേക്ക് ബ്ലാക്കും ഓറഞ്ചും റെഡും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനകത്തേക്ക് കര വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. അതർ സൈഡ് വളരെ നേരത്തെ ഒരു കര മാത്രമാണ്. അപ്പൊ അത് നമുക്ക് ഇതിങ്ങനെ ഞാൻ ഡബിൾ ഫോൾഡ് ചെയ്തേക്കോട്ടോ. അപ്പൊ അതിങ്ങനെ ഗ്രേസ് ലേഡി ഡ്രേപ്പിംഗ് ഇല്ലേ, ഇങ്ങനെ വെക്കില്ലേ, ഇങ്ങനെ വെക്കുമ്പോഴാണ് ഈ ഒരു സാരിയുടെ ഭംഗി കറക്റ്റ് ആയിട്ട് അറിയാം കേട്ടോ. 2 വർക്കിംഗ് ഡേയ്സിലാണ് ഡിസ്പാച്ച് വരിക. നെക്സ്റ്റ് വൺ നോക്കാം. നെക്സ്റ്റ് നമുക്കുണ്ടല്ലോ വന്നിരിക്കുന്നത് നേരത്തെ മല്ലിൽ കണ്ടതിന്റെ തന്നെ ഏകദേശം ആ ഒരു ടൈപ്പില്, പക്ഷെ ഇത് വന്നിരിക്കുന്നത് ലിനൻ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. ലിനൻ കോട്ടൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ മല്ല് പോലെ അത്രയും ഒരു ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം എന്നില്ല. ഇത് ഇതുപോലെ വരും. അതിന്റെ താഴത്തേക്ക് നമുക്ക് ഇതേപോലെ കുറച്ചുകൂടെ വീതിക്ക് ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടേക്ക് വരുമ്പം ജസ്റ്റ് സിൽവറും ഗോൾഡനും മാത്രമായിട്ടുള്ള ഒരു ബോർഡർ. ഇതാണ് പല്ലു വരിക. ഓക്കെ, ഇതെല്ലാം 2 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച് ആകുന്ന കൈൻഡ് ഓഫ് പ്രോഡക്ട്സ് ആണ്. എല്ലാം തന്നെ നമുക്ക് ഓണത്തിനൊക്കെ വെയർ ചെയ്യാവുന്ന കൈൻഡ് ആണ്. ഇതിനകത്ത് ആദ്യത്തെ വന്നേക്കുന്നത് ഞാൻ പറഞ്ഞില്ല, നല്ല ഭംഗിയുള്ള ഫാബ്രിക് പെയിന്റ് ചെയ്തിട്ടുള്ള ബ്യൂട്ടിഫുൾ സാരീസ് ആണ്. പിന്നെ മൽക്കോട്ടന്റെ തന്നെ വേറൊരു ടൈപ്പും, ഇത് ലിനൻ കോട്ടൺ. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്സിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. 2 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച്. താങ്ക് യു.